ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൂടുതലൊന്നും സംഭവിച്ചില്ലല്ലോ, ഭാഗ്യം. കാവലിന് കരുത്തുള്ള ഒരാളുള്ളപ്പോ പെട്ടെന്നൊന്നും ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മുൻകരുതൽ വേണ്ടെടുത്ത് മുൻകരുതൽ എടുക്കണം. ഇങ്ങനൊരു സ്ഥലത്ത് സാധാരണഗതിയിൽ ആരും പ്രതീക്ഷിക്കാത്തൊരു പ്രൊജക്ട്, അതാണ് ഞാൻ തേടിക്കൊണ്ടിരിക്കുന്നത്. അച്ഛന് ഐഡിയ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ. എന്നാലും നീ വാ, നോക്കട്ടെ. വാടാ. നീണ്ടു നിവർന്ന് ഇത്രയും സ്ഥലം കിടക്കുമ്പോ ഒരു പട്ടാള ക്യാമ്പ് തുടങ്ങിയാൽ എന്താന്നൊക്കെയാ ഞാൻ ആലോചിക്കുന്നത്. എന്താ അച്ഛാ, ഈ പ്രോപ്പർട്ടിയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. തൽക്കാലം നമ്മളതൊക്കെ മറികടന്നിട്ടുണ്ട്. പക്ഷേ ആ ടീം അത്ര ശരിയല്ല. അതൊക്കെ നമുക്ക് നോക്കാന്നേ. അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ല അച്ഛാ, ഇത് അവന്മാരെ ആളുകളാണെന്ന് തോന്നുന്നു. അച്ഛനൊന്നിലും ഇടപെടണ്ട, മാറിയെന്നാ മതി. അച്ഛാ വേണ്ട. എന്തേട്ടാ കാര്യം? ജീവ മോനെ, ജീവ 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 മോനെ, നീ എഴുന്നേക്കടാ. ജീവ മോനെ, മോനെ എഴുന്നേക്കടാ. ജീവ. സോറി അച്ഛാ, അവര് മോനെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. അച്ഛനവരെ ഉപദ്രവിച്ചോ? ഇല്ലടാ, എല്ലാറ്റും ഞാൻ അടിച്ചോടിച്ചു വിട്ടു. പെട്ടെന്നുള്ള അറ്റാക്കായോണ്ടേ എനിക്ക് കൺട്രോൾ കിട്ടിയില്ല. സാരമില്ലടാ, വാ നമുക്ക് പോ. വാ, എഴുന്നേക്ക്.
മിസ്റ്റർ ഗിരിധർ, ശരിക്കും എന്താ ഈ JR-ന്റെ ലക്ഷ്യം? സർ, ന്യൂസുകൾ കണ്ടു. പക്ഷേ അന്വേഷണത്തിന് ഉത്തരവില്ലാത്തതുകൊണ്ട് കൂടുതലൊന്നും തിരക്കിയില്ല. കാര്യങ്ങളാകെ ഇപ്പൊ പ്രശ്നമാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാമല്ലോ, കർഷകരുടെയും തൊഴിലാളികളുടെയും ക്ഷേമത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന സർക്കാരാണ് നമ്മുടേത്. അതിലൊരു മന്ത്രി എന്ന നിലയ്ക്ക് ഇത് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. ഘടക കക്ഷികളുടെ ചിലര് നിലവിലൊരു കാരണത്തിന് വേണ്ടി കാത്തിരിക്കുക. സർക്കാരിന്റെ പിടിപ്പുകേടിനെ കുറിച്ച് പ്രതിപക്ഷത്തെക്കാൾ നന്നായിട്ട് ചില ഘടക കക്ഷികൾ സംസാരിക്കുന്നുണ്ട്. ഐ നോ സർ. ഈ JR-ന്റെ ഓഫീസിലെ വീഡിയോ കോൺഫറൻസ് താൻ കണ്ടിരുന്നില്ലേ? അത് സത്യത്തില് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. സർക്കാരിനെയും പോലീസിനെയും ഒക്കെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. JR-ന്റെ വരുമാന സ്രോതസ്, JR-ന്റെ ബിസിനസിന്റെ പൊതു സ്വഭാവങ്ങള് ഡീറ്റെയിൽ ആയിട്ടൊരു അന്വേഷണം വേണം സർ. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ടിന്റെ മേശപ്പുറത്ത് എത്തുകയും വേണം. ചെയ്യാം സർ. കാര്യങ്ങൾ വളരെ രഹസ്യമായിരിക്കണം. അതിസമ്പന്നനായ ഒരാൾക്ക് നമ്മുടെ ഇടയിലുണ്ടാകുന്ന സ്വാധീനം നിസ്സാരമായിരിക്കില്ല. സോ ബി കെയർഫുൾ. നിങ്ങളുടെ ഇടയിലുള്ള ഒരു ടീമിൽ അന്വേഷണം ഒതുങ്ങി നിൽക്കുന്നതാണ് നല്ലത്. ഓക്കെ സർ. ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ എനിക്ക് റിപ്പോർട്ട് നൽകുകയും അതിനടുത്ത ദിവസം നടപടി എടുക്കുകയും ചെയ്ത ആളുകൾക്കിടയിൽ ഭരണത്തിന്റെ ഇമേജും കൂടും. പാവങ്ങളുടെ പടത്തവന്മാരാണെന്ന് ഒരു ഇമേജും ഉണ്ടല്ലോ നമ്മുടെ പാർട്ടിക്ക്. അത് കോട്ടം വരാതെ നിലനിൽക്കുകയും ചെയ്യും. എല്ലാ ഡീറ്റെയിൽസും 1 വീക്കിനുള്ളിൽ സബ്മിറ്റ് ചെയ്യാം സർ. ഓക്കെ. അന്വേഷണ സംഘത്തെ നിങ്ങൾക്ക് തീരുമാനിക്കാം, അതിന്റെ റൂട്ടും. അന്വേഷണം ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ സർ. ശരി. കൂടുതലൊന്നും സംഭവിച്ചില്ലല്ലോ. ഭാഗ്യം. കാവലിന് കരുത്തുള്ള ഒരാളുള്ളപ്പോ പെട്ടെന്നൊന്നും ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മുൻകരുതൽ വേണ്ടെടുത്ത് മുൻകരുതൽ എടുക്കണം.